ദയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഡേ 3യുടെ ബ്യൂട്ടി ടിപ്സ് ആണ്. ബ്യൂട്ടി ടിപ്സ് ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ മുഖം? സൂപ്പറാണ്, എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പോരാത്തതിന് നമ്മുടെ ചേട്ടന്മാർ പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഗ്യാരണ്ടി ആണല്ലോ. ഉള്ളതുപോലെ പറയുന്ന ചേട്ടനാണ് എൻ്റെ ഉള്ള സത്യം പറയണം. കൊള്ളത്തില്ലെങ്കിൽ ഇതെന്തോന്നാ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ ഈ ടിപ്സ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, ഇന്നും നീ മുഖത്തിത് തേക്കുവാണോ? ഞാൻ പറഞ്ഞു 7 ദിവസം. ഇനി എന്നോട് ഇത് ചോദിക്കല്ലേ, 7 ദിവസം ഉണ്ട്, ചലഞ്ചാണ്, 7 ദിവസം ഉണ്ട് ചേട്ടാ, ഇനി എന്നോട് ചോദിക്കല്ലേ ചേട്ടാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ചിരിച്ചുകൊണ്ടങ്ങ് പോയി. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പം ഭയങ്കര അതിശയായിരുന്നു കേട്ടോ. ശരിക്കും ചേട്ടൻ പറഞ്ഞു, എടി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ മുമ്പേ പറഞ്ഞത് കൂടാതെ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ശരിക്കും നല്ല മാറ്റമുണ്ട്. ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ നിന്റെ മുഖം കറുത്തായിരുന്നത്, ഇപ്പം നീ കറുപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ആ ചേട്ടനാ കറുപ്പെന്നൊക്കെ എന്നോട് എപ്പോഴും പറയും. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, കറുപ്പിന് നമ്മൾ തന്നെ കറുപ്പിന് 7 അഴകല്ലേ അല്ലേ, നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നമുക്ക് മാറ്റം വന്നു പറയുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. അപ്പം ഇന്നലത്തെ ഇൻട്രോ പറഞ്ഞപ്പോഴത്തേക്ക് ആരോ പറഞ്ഞു പുറകിൽ ആരോ ഉണ്ട്, നീലിയാണ്. എനിക്ക് മനസ്സിലായി, നീലി എന്ന് പറയുമ്പോൾ നമ്മുടെ യക്ഷിയാണോ എന്താണേലും അറിയത്തില്ല. ഈ ടിപ്സും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയേക്കുന്ന വീഡിയോ പോയി നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാൻ പോകാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ മുമ്പോട്ട് തന്നെ പോകണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം, എങ്കിലേ നമുക്ക് മുമ്പോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഡേ 3യുടെ ചലഞ്ച് എല്ലാം നോക്കിക്കോ, നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പൂരിയാണ്. പൂരിക്ക് വേണ്ടി കുക്കറിനകത്ത് ഉരുളക്കിഴങ്ങിനെ ഞാൻ അങ്ങോട്ട് വേവിച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് പൂരി പരത്തണം. കുഴച്ച് വെച്ചിട്ടുണ്ട്, പരത്തണം. അധികം വേണ്ടല്ലോ, പൂരിയൊന്നും ഞാൻ 3 എണ്ണേ തിന്നത്തുള്ളൂ, അമ്മയും 3 എണ്ണേ തിന്നത്തുള്ളൂ. പിന്നെ ബാക്കി ചേട്ടനും കൊച്ചിനും അവരും കണക്ക് തന്നെയാണ്. പൂരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ, കാരണം പൂരി ഒത്തിരി ഒന്നും ആരും കഴിക്കാറില്ല. പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്കുള്ളതും കൂടെ തന്നെ തയ്യാറാക്കുവാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം അമ്മയ്ക്ക് ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ, എല്ലാം മാറി. ഇന്ന് ഡോക്ടറെ കാണിക്കണം. ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ എപ്പോഴും പോയി ഞാൻ ചെറിയൊരു ഡോക്ടറിൻ്റെ തുല്യമാണ്. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ റിസൾട്ടൊക്കെ. അപ്പം റിസൾട്ട് കിട്ടിയിട്ടില്ല, റിസൾട്ട് പോകുന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് അങ്ങ് പോകാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഓർത്തു ഇന്നൊരു ചക്കവിയൽ വെക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചക്ക പുഴുക്ക് വെച്ചതിൻ്റെ മടലെല്ലാം കൂടെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മടല്, ചക്കക്കുരു, പുളിയുള്ള മാങ്ങ, പച്ചമുളക്, വെള്ളരിക്ക, പടവലങ്ങ, മുരിങ്ങയ്ക്ക, ഇത്ര അരിഞ്ഞതാണിത്. അതിൻ്റെ കൂടെ ഇച്ചിരി മുളക് പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കങ്ങോട്ട് ചക്കവിയലിനെ വെക്കാം. ചക്കവിയൽ വെക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വെച്ചോണം, ഇത് കണ്ട് വെച്ചോണം. ഇത്രയും കൂടാണ്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ചക്കക്കുരു ഇച്ചിരി ഏറെ വേണം, ചക്കക്കുരു എങ്കിൽ ടേസ്റ്റ് കിട്ടത്തുള്ളേ. ചക്കക്കുരു, മുരിങ്ങയ്ക്ക, ചക്കയുടെ മടലെന്ന് ഉദ്ദേശിക്കുന്ന അറിയാലോ എന്തോ ആന്നുള്ളത്. തൊണ്ടോ സംഭവം എടുക്കാൻ പറ്റും. ഇതുപോലെ ഇത് കണ്ടല്ലോ, അത്. പിന്നെ വെള്ളരിക്ക, പടവലങ്ങ, പച്ചമുളക്, മാങ്ങ എല്ലാം കൂടെ നന്നായിട്ട് അരിഞ്ഞ് കഴുകിയെല്ലാം എടുത്ത് മുളക് പൊടി, ഉപ്പും ഇട്ട് ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് അവനെ അങ്ങ് വേവിക്കാം. അവിയലിനുള്ള സാധനം എല്ലാം എടുത്ത് വെച്ചു അടുപ്പത്ത്. ഇനി നമുക്ക് ഇച്ചിരി അച്ചിങ്ങ മെഴുക്കോർട്ടിയും കൂടെ വെച്ചാൽ നമുക്ക് ഇന്നത്തെ കാര്യമൊക്കെ. പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ടല്ലോ, എല്ലാം വെച്ചിട്ട് വേണം. 11:15 ഡോക്ടർ അടുത്ത് പോകേണ്ടത്. ഇതേ പുതിയ മുറം കണ്ടോ എൻ്റെ. എല്ലാവരും എന്നെ കളിയാക്കാറില്ലായിരുന്നു, ചേച്ചിയുടെ മുറം കൊണ്ട് കളയുന്നെന്നും പറഞ്ഞ് ചിലവരൊക്കെ കളിയാക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ മുറം കളയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പുതിയ മുറം 2-3 മുറം മേടിച്ചേ, പക്ഷേ ഞാൻ ആ പഴയതിനെ കളയത്തില്ല കേട്ടോ. ഏറ്റവും പഴകിയത് കണ്ട് മാറ്റി വെച്ച് ജാതിക്ക എടുക്കാൻ. ഈ മറത്തിനെ ഞാൻ എന്താണേലും കളയത്തില്ല. കാരണം ഈ വെള്ളമയമുള്ള വെള്ളരിക്ക അങ്ങനെയൊക്കെ അരിയുമ്പോൾ നമുക്ക് ആ മുറം എടുക്കാമല്ലോ, നമുക്കങ്ങനെ കളയാൻ പറ്റുമോ? അതുകൊണ്ട് പുതിയതിനകത്ത് ഇങ്ങനത്തെയൊക്കെ നമുക്ക് അരിയാനങ്ങ് എടുക്കാം. നമുക്ക് നമ്മുടെ അച്ചിങ്ങ മെഴുക്കോട്ടിക്കുള്ള അച്ചിങ്ങ അരിഞ്ഞു വെച്ചു, അതും കൂടി ഇട്ട് നമുക്ക് കൊടുക്കാം. ശകലം വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അടച്ച് വെച്ചിട്ട്, ചിലപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചിടത്തേ ഉള്ളൂ. ഈ ചില പയർ കണ്ടാൽ എനിക്കറിയാം അതിനിച്ചിരി വെള്ളം വേണമെന്നുള്ളത്. പണ്ടുള്ളവരെല്ലാം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്ത് എന്നിട്ടല്ലേ തോരാനിടുന്നത് അല്ലേ.
അപ്പം നമുക്ക് പച്ചമുളകും സബോളയും എല്ലാം കൂടെ കീറിയിട്ട് നമുക്കിതും കൂടെ അങ്ങ് വെച്ചേക്കാം കേട്ടോ. അവിയൽ അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്ന ഇളക്കി കൊടുക്കാവേ. നമുക്ക് അവിയലിന് വേണ്ട അരപ്പിനുള്ള തേങ്ങ എടുക്കാം. തേങ്ങ, ശകലം മഞ്ഞപ്പൊടി, ഒരു തരി ജീരകം, ഒത്തിരി ജീരകമായാലും കേട്ടോ ചുവ വരും. ജീരകത്തിൻ്റെ തന്നെ ചുവ മുമ്പോട്ട് നിൽക്കും. പിന്നെ ചുമന്നുള്ളി തന്നെ വേണം കേട്ടോ. ഇത്രയും കൂടെ നമുക്ക് ചതച്ചെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കവിയലിൻ്റെ എല്ലാം വെന്ത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അരപ്പരച്ചത് ചതച്ചത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചേർക്കാം. ഞാൻ ബ്യൂട്ടി ടിപ്സിൻ്റെ ഇടയിൽ പാചകം കൂടെ കാണിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പാചകം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഡെയിലി വെക്കുന്ന പാചകത്തിൻ്റെ പറ്റുന്ന ദിവസങ്ങളിൽ അതും കൂടെ ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അല്ലാണ്ട് ബ്യൂട്ടി ടിപ്സ് തന്നെയായിട്ട് ചിലവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ അങ്ങോട്ട് ചെയ്യുന്നത്. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടെ അരപ്പിൻ്റെ ഇത് പോകുന്നിടം വരെ ഒന്ന് അടച്ച് വെച്ച് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ അവിയൽ റെഡിയായി. ചേട്ടൻ ഡാൻസും കളിച്ച് പൂരി എടുത്തോണ്ട് വരും കേട്ടോ. എനിക്ക് വയ്യ ഇട്ടോ. അയ്യോ, ഞാൻ ഉണ്ടാക്കുന്നു, ചേട്ടൻ പൂരി എടുത്തോണ്ട് വരുന്നു. ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ കേട്ടോ. ഓരോ ദിവസം ഓരോ സിറ്റുവേഷനാണ്, ഓരോ ജോലികളാണ്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം ബാക്കിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞ് അവിയൽ വെച്ചു, മെഴുക്കുവരട്ടി വെച്ചു, നേരത്തെ പുളിശ്ശേരി ഉണ്ട്, കൊച്ചിൻ്റെ മീൻ വറുത്തു. ഇത്രയും പണി കഴിഞ്ഞ് ചോറും എല്ലാം ആയി. ഇനി നമ്മുടെ ബ്യൂട്ടി ടിപ്സിലോട്ട് നമുക്ക് പോകാം. കാരണം ഇത്രയും വെച്ച് കഴിഞ്ഞാൽ എന്തിനാന്ന് ചോദിച്ചാൽ, നേരത്തെ വെച്ചത് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടേ അമ്മയ്ക്ക്. അതുകൊണ്ടാണ് നമ്മുടെ പണികളെല്ലാം ചെയ്തിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എല്ലാ പണിയും ഒതുക്കിയിട്ട് നമ്മൾ ഇതിന് പോയാൽ ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടി വശമാകും. നമ്മുടെ ജോലികളും നോക്കാതെ ചോറ് സമയത്തിന് കൊടുത്തില്ലെങ്കിലൊക്കെ അടി ഇടി എല്ലാം ആവും, അറിയാലോ. അപ്പം നമുക്ക് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നും നമ്മുടെ മുഖത്തിന് സൗന്ദര്യം, ഇത് സൗന്ദര്യം മീൻസ് നോ ഒന്നും വിചാരിക്കണ്ട, വെളുക്കാനും പാടുപോവാനും എല്ലാം ഉപകാരപ്പെടും. ഇന്നലത്തെ ബിന്ദു ദിലീപിൻ്റെ ബ്യൂട്ടി ടിപ്സ് എല്ലാവരും എഴുതി വെച്ചോ, സൂപ്പറാണ്. ഞാൻ എൻ്റെ കാലയിൽ തൽക്കാലം കാലേ മാത്രമേ തേച്ചുള്ളൂ, കയ്യെ തേച്ചില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്നലെ സമയം കിട്ടില്ല, ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. കാലേ തേച്ചപ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷേ മുഖത്തിൻ്റെ അത്രയും വ്യത്യാസം വന്നില്ലാത്തത് എന്താന്ന് പറഞ്ഞാൽ, കാലും കൈയും ഞാൻ ഇടയ്ക്കൊന്നും തേക്കാറില്ല. സോപ്പിട്ട് തേക്കാറില്ലെന്നല്ല, ഈ ബ്യൂട്ടി ടിപ്സിൻ്റെ സാധനം എടുക്കുമ്പം കഴുത്തിലും കാലിലും കയ്യിലും ഒന്നും തേക്കാറില്ലാത്ത കാരണം ഒറ്റ പ്രാവശ്യത്ത് യൂസ് ചെയ്താലൊന്നും മനസ്സിലാവത്തില്ല. ചെറിയ വ്യത്യാസം വന്നില്ലെന്നല്ല, പക്ഷെ മുഖത്തിന് നല്ല വ്യത്യാസം വന്നു. കാലില് ഞാൻ ഇനി സ്ഥിരം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. സ്ഥിരം കുറച്ച് കിട്ടുന്ന സമയത്ത് ഇരുന്ന് തേക്കാൻ പോവാം. ഇതിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്കും എൻ്റെ സമയം പോവും, എനിക്കും എൻ്റെ ടിപ്സ് കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കടലമാവൊക്കെ ഇതിനകത്തെടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം. 1 സ്പൂൺ കടലമാവ്. കാലേ മാത്രമേ ചെയ്യുന്നു, അല്ല സോറി, മുഖം മാത്രമേ ചെയ്യുന്നുള്ളൂ. കഴുത്തിൻ്റെ ഇവിടം വരെ ചെയ്യാം. ബാക്കി കയ്യിലൊന്നും ചെയ്യുന്നില്ല, കാരണം എനിക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ടാട്ടോ. 1 സ്പൂണ് കടലപ്പൊടി. പിന്നെ നമ്മുടെ ഒരു പിഞ്ച് മഞ്ഞപ്പൊടി. അത് നമ്മുടെ മഞ്ഞപ്പൊടിയാണെങ്കിൽ, നമ്മുടെ മീൻസ് വാങ്ങിച്ച മഞ്ഞൾ പൊടിപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം. എൻ്റെ മഞ്ഞപ്പൊടി വാങ്ങിച്ച് പൊടിപ്പിച്ചല്ല, മേടിച്ചതാണ്. ഉള്ള കാര്യങ്ങൾ നാളെ പറഞ്ഞിട്ട് ഒരു പരിപാടിയും വേണ്ട. അപ്പം 1 പിഞ്ച്, ഓക്കെ. ഇതെടുത്ത് അങ്ങ് അടച്ച് വെക്കുക തൽക്കാലം. പിന്നെ നമുക്ക് വേണ്ടിയത് ഇവിടെ എല്ലാം എടുത്തു വെച്ചേക്കുക. നമ്മുടെ നാരങ്ങാനീര് ഒത്തിരി ഒന്നും വേണ്ട. നാരങ്ങാനീര് ഒത്തിരി തേക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഒരു 8 ഡ്രോപ്സ്, ഒരു 8 ഡ്രോപ്സോളം നാരങ്ങാനീര്. പിന്നെ നമുക്കിവിടെ വേണ്ടിയത് പാല്. ഈ പാലിനകത്താണ് നമുക്ക് ഇവനെ അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ടത്. ആവശ്യത്തിന് പാല് ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിന് തക്ക ഇത് മതി. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം എപ്പോഴും എടുത്തിട്ട് മൊത്തം കുറേ കളയുക. എല്ലാം ഒന്ന് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കുറേ കളയും. അതിൻ്റെ രസം എന്നാന്നറിയാം, കളഞ്ഞത് നമ്മുടെ
ഇതിനകത്ത്. ഓ, വേസ്റ്റ് എടുത്തില്ലേ, അടുക്കളയിലൊന്നും വെച്ചിട്ടുണ്ടല്ലോ ഈ അരിയുന്നൊക്കെ ഇടാൻ. അപ്പം ആ വേസ്റ്റിനകത്തോട്ട് ഞാൻ ഇടുന്നത്. ഞാൻ അങ്ങനെ ഇടാറില്ലാത്തായിരുന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ എന്തോ ഒരു ഇതുപോലത്തെ ഒരു കൂട്ട് അത് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടനില്ലേ, ചേട്ടൻ്റെ വേസ്റ്റ് കൊണ്ട് ഒരു കുഴിയുണ്ട്, അവിടെ കൊണ്ട് മൂടും. കാല് വെച്ചേ ഇന്നത്തേക്കും കൂടി ഇതിനകത്തോട്ട് ഇടാടി എന്നും പറഞ്ഞ് കാല് വെച്ച് അതിലോട്ട് താത്തു. അതായത് പച്ചക്കറിയുടെ ഇതൊക്കെയല്ലേ ഉള്ളു അതിനകത്ത്. കേട്ടാ കൊല്ലും. താത്തു കാല് വെച്ച്. എന്നിട്ടുണ്ടല്ലോ എൻ്റെ അയ്യോ കാല അരക്ക് പറ്റിയെന്ന് പറഞ്ഞു. കാല അരക്ക്. അപ്പം ചക്ക ഇന്നലെ എടുത്തല്ലേ, ഇന്നലെയാണ്. ഇന്നലെയും ചക്ക എടുത്തില്ലേ, നമ്മുടെ അരിഞ്ഞു വെച്ചു ചക്കമടലൊക്കെ രാത്രി തന്നെ അവിയലിനുള്ള. അപ്പം അത് അരക്കാന്നോർത്ത് അരക്ക് പറ്റിയെന്നും പറഞ്ഞു പോയി. എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ചിരിച്ച് പൊട്ടിപ്പോയി. വല്ലതും പറയാമോ? ഒന്നും വേണ്ടിയില്ല. അതുകൊണ്ട് ഇനി ആ പരിപാടിക്കാൻ പോകത്തില്ല. ശകലം ഉള്ളായിരുന്നു, എടുത്ത് കളഞ്ഞങ്ങനെ. അതാ നമുക്ക് ആവശ്യത്തിനുള്ള, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്കങ്ങനെ കളയാനുള്ളതൊന്നുമില്ല. എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ മുഖമൊക്കെ എല്ലാവരും ക്ലീൻ ആക്കി വെച്ചേക്കുവാണല്ലോ. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. അപ്പം നമുക്ക് എടുക്ക് അന്നേരം എല്ലാം റെഡിയാക്കി വെക്കണം. വൃത്തിയുടെ സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്, അറിയത്തില്ല കേട്ടോ. അപ്പം ഇത് നമുക്ക് കുളിയെല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി ഞാൻ എൻ്റെ മുഖം വെച്ചേക്കുവാണ്. നമുക്ക് ഈ പാക്കിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 7 ദിവസമാകുമ്പോൾ നമ്മുടെ മുഖം എല്ലാം പല പല പാക്ക് കൊണ്ട് എൻ്റെ മുഖം നല്ല അടിപൊളിയായിട്ട് നമുക്ക് നോക്കാം. പക്ഷെ ഇത് നിങ്ങളെ കാണിക്കേണ്ടതുണ്ടോ കേട്ടോ. പല ടിപ്സ് ഓരോ ദിവസം കാണിക്കുന്നത്. ഏതെങ്കിലും സെലക്ട് ചെയ്താൽ ആ ഒരു ടിപ്സിലോട്ടേ നിങ്ങളെല്ലാവരും പോകാവുള്ളൂ കേട്ടോ. കാരണം പല ടിപ്സ് ചെയ്യരുതേ. ഏതെങ്കിലും ഒരു ടിപ്സ്, അതായത് 7 ടിപ്സിൽ ഏതാ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നല്ല വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ ആ ഒരു ടിപ്സ് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടല്ലോ. അല്ലാണ്ട് ഈ പല പല ടിപ്സ് ഒന്നും ചെയ്യല്ലേ. ഞാൻ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ചെയ്യല്ല. കാരണം ഈ ടിപ്സ് എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നു. ഇതൊക്കെ പണ്ട് തൊട്ടേ അറിയാവുന്ന. പക്ഷെ പണ്ട് ഞാൻ ചെയ്യത്തില്ലായിരുന്നു, മടിച്ചായിരുന്നു. ഇപ്പോഴല്ലേ ശരിക്കും നമുക്ക് സമയമൊക്കെ കിട്ടുന്നത് അല്ലേ. വീട്ടമ്മമാർക്കൊക്കെ ഈ സമയത്തൊക്കെയാണ് സമയം. പിള്ളേരെയൊക്കെ ഒരു നിലയിലാക്കി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇനിയിപ്പം ഒരാളും കൂടെ റെഡിയാവാനുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. എന്നാലും നമ്മളാ കൊച്ചുനാളിലുള്ള ആ ഒരു രീതി നമ്മുടെ മാറിയല്ലോ. അയ്യോ, ഞാൻ കുറേ കിടന്നു ഞാനല്ല എല്ലാവരും പഠിത്തക്കാര്യത്തിന് ഞാൻ ചെറുതിനെയാണ്, മൂത്തതിനും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. മൂത്തത് അവൻ്റെ കാര്യം നോക്കി. എന്നാലും 7 വരെ ഞാൻ നല്ലതായിട്ട് തന്നെ ഞാൻ നടന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പഠിപ്പിക്കുന്ന അന്നൊന്ന് ചോദിക്കുകയും പെറുക്കുകയും ഇരുന്ന് പഠിപ്പിക്കുകയും ഗുണനപ്പെട്ടി പഠിപ്പിക്കാൻ പെടുന്ന പാടല്ലേ എന്നതായിരുന്നു. ലാസ്റ്റ് എൻ്റെ രണ്ടാമത്തെ മൂത്തമ്മ ഭാവം നല്ലതായിട്ട് തന്നെ ഗുണനപ്പെട്ടി എല്ലാം പഠിച്ചു. എല്ലാം കഴിഞ്ഞു നല്ല വൃത്തിയുള്ള ഞാൻ എല്ലാം എഴുതിപ്പിക്കാൻ തന്നെ. ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞു അവന് എപ്പോഴും ഫസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ വലിയ വലിപ്പം പറയില്ല, അവന് ഫസ്റ്റാണ്. ചിന്മയ വിദ്യാലയം ചോദിച്ചാൽ അറിയാം എല്ലാവർക്കും. ചിന്മയ വിദ്യാലയം അവന് ഫസ്റ്റായിരുന്നു. രണ്ടാമത്തവന് ഫസ്റ്റ്. 7 വരെ നല്ലതായിട്ട് ഒരു 5-നകത്ത് നിൽക്കുമായിരുന്നു രണ്ടാമത്തവൻ. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ നമ്മൾക്ക് പിടുത്തം കിട്ടുന്നില്ല പഠിപ്പിക്കാനുള്ള. 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും അന്നൊന്ന് നമ്മൾ നോക്കി വെച്ചാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ നോക്കി വെക്കണ്ടേ, അതിന് നമുക്ക് സമയം കിട്ടുമോ? അതിലോട്ട് നമ്മൾ ശ്രദ്ധിച്ച് എന്നും ട്രൈ ചെയ്തുകൊണ്ടിരുന്ന് നമുക്ക് എത്ര വരെയും പഠിപ്പിച്ചു പോകാം. പക്ഷെ ഒരു സമയം വേണ്ടേ അതിനൊക്കെ. അങ്ങനെ രണ്ടാമത്തവനെ ഗുണനപ്പട്ടി പഠിപ്പിച്ചപ്പോൾ അവൻ പറയാണ് 1 × 1 = 1. അങ്ങനെ 1 × 2 = 2. 1 × 3 = 3. അങ്ങനെയാണല്ലോ. അപ്പം 1, 3, 1, 2 അങ്ങനെ വരുന്നില്ലേ. 1, 1, 1, 2, 2, 1, 3, 3, 1, 4, 4 അങ്ങനെ. അവൻ പറയാം എന്തിനാ അമ്മ കഷ്ടപ്പെടുന്നത്? 1, 2, 3, 4, 5, 6 ഇങ്ങനെ താഴോട്ട് എഴുതിയാൽ ഓരോന്നത്തിൻ്റെ ആയില്ലേ. അതുപോലെ തന്നെ അടുത്ത പട്ടികയുടെ 2 × 2 4, 2 × 3 6. അപ്പം അത് 4, 2 വെച്ച് കൂട്ടി താഴോട്ട് എഴുതി അതും ആയില്ലേ. 4, 2, 6, 2, 8, 2, 10. പിന്നെ എന്തിനും ഇങ്ങനെ പഠിപ്പിക്കുന്നത് എങ്ങനെയുണ്ട്? അതൊക്കെ എഴുതി ക്വസ്റ്റ്യൻ പേപ്പറും ഇതുമൊക്കെ കിട്ടുമ്പോഴത്തേക്കും അതൊക്കെ എഴുതിയിട്ടൊക്കെ വേണ്ടേ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ. മറ്റേ നല്ലതായിട്ട് പഠിച്ചാൽ മാത്രമല്ലേ നമുക്കത് പറ്റത്തുള്ളൂ. ആരോട് പറയാനാ? അതായാലും കുഴപ്പമൊന്നുമില്ല, പഠിച്ച് കയറി വന്നു.
ഒക്കെ പോട്ടെ, നമ്മൾ ബ്യൂട്ടി ടിപ്സ് ചെയ്യുമല്ലേ അല്ലേ. അപ്പോൾ ചിലവർ പറഞ്ഞിട്ടുണ്ട് ബ്യൂട്ടി ടിപ്സിൽ ചിലവർക്ക് പാചകമൊക്കെയാണ് ഇഷ്ടം. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബുദ്ധിയിലൂടെ പ്രവർത്തിച്ചു. വീട്ടിലെന്നും ആഹാരം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ ഉണ്ടാക്കുന്ന ദിവസം നമ്മുടെ ആ പാചകം കാണിച്ചിട്ട് നമ്മുടെ ബ്യൂട്ടി ടിപ്സിലോട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോ നീണ്ടു പോകാതെ ഇതൊന്ന് ഇട്ട്, ഇപ്പം ഞാനൊരു ശകലമല്ലേ എടുത്തോളൂ, ഞാനൊരു ശകലം കൂടി ഇതിനകത്തോട്ട് എടുക്കാവേ. ഇത് തീർത്തു അറിയാതെ. ഇതിനി ഒന്ന് ഉണങ്ങിയിട്ട് ഇതിൻ്റെ പുറത്ത് ഒന്നുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കഥ പറഞ്ഞ് മറന്നും പോയി. എടുക്കട്ടെ. അപ്പം അതെടുത്ത് വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. കുറച്ചുകൂടി എടുക്കട്ടെ. അപ്പം നമ്മളെ ഒരുവിധം ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കുറച്ചും കൂടെ ഉണ്ടാക്കി വെച്ചു. കാരണം എനിക്ക് കളയാൻ തോന്നുന്നില്ല. കാരണം ഇത്ര രൂപ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന ഓരോ സാധനങ്ങളല്ലേ. കടലപ്പൊടിക്കൊന്നും ഒത്തിരി വിലയില്ലെങ്കിലും എല്ലാത്തിനും കൂടെ കൂടുമ്പോൾ നല്ല വിലയാകുന്നില്ലേ. അപ്പം ഇതിൻ്റെ പുറത്തോട്ട് ഒന്നും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അടിപൊളിയാട്ടോ. ഏതാ നല്ലതെന്ന് വെച്ചാൽ അതേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. ഏത് ടിപ്സാ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കണം കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് ചിലവരൊക്കെ വ്യൂസ് കിട്ടുന്നില്ല, അവർക്കൊക്കെ യൂട്യൂബ് നിർത്താം. അങ്ങനെ ഒരിക്കലും പറയല്ല കേട്ടോ. നമുക്ക് എപ്പോഴും ഒന്നും ഒരുപോലെ ആയിരിക്കത്തില്ല മനുഷ്യന്റെ ഭാഗ്യങ്ങൾ. പെട്ടെന്നൊരു വീഡിയോ ക്ലിക്കായി കഴിയുമ്പോൾ നമുക്ക് വ്യൂസ് കിട്ടും. അതുകൊണ്ട് ആരും നിർത്തരുത്. ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ആരും നിർത്തരുത്. എപ്പോഴാണേലും നിരങ്ങിയാണേലും നമുക്ക് കിട്ടത്തില്ലേ. ഇപ്പൊ എനിക്ക് വ്യൂസ് ഇപ്പം എനിക്ക് ആദ്യത്തെ അത്രത്തിനകത്തോ ഒന്നും എനിക്കിപ്പോൾ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല. അപ്പം എനിക്കങ്ങനെ നിർത്തണം എന്നൊന്നും തോന്നത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ പറയും ചേച്ചിക്ക് ഇപ്പോൾ കുഴപ്പമില്ല കിട്ടിയിട്ടല്ലേ എന്ന് പറയാം. അതല്ല, ഞാൻ ആദ്യം തൊട്ടേ വീഡിയോ എടുക്കുമ്പോൾ പറയല്ലേ എന്നെങ്കിലും നമ്മൾ വലിയ ആളാവും ഇല്ലേ. ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഇനിയും ആളാവും. കാരണം നമ്മൾ തുടങ്ങിയ കാര്യം പുറകോട്ട് പോലെ എല്ലാം പോസിറ്റീവ് മാത്രമേ ചിന്തിക്കാവുള്ളൂ. ഏത് കാര്യത്തിനും ഇപ്പോൾ ഒരു അസുഖം വന്നാലും പോസിറ്റീവേ ചിന്തിക്കാവുള്ളൂ. ഇപ്പം അമ്മയുടെ തലയൊക്കെ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ എല്ലാം നല്ല മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഉണ്ടല്ലോ പാതി അസുഖം പോയി ശരിക്കും പറഞ്ഞാൽ അല്ലേ. പിന്നെ പ്രായത്തിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഓരോരുത്തർക്കും വരും. അത് നമുക്കാണേലും ശരി. ചിലവർക്ക് പെട്ടെന്ന് ഇതാവും, നടുവേദന വരും, പിന്നെ മേലുവേദന വരും, പിന്നെ ഓരോ കണ്ണിന് കാഴ്ചക്കുറവ് വരും, വെള്ളെഴുത്ത് വരും. ഇതൊക്കെ ഓരോ പ്രായത്തിൻ്റെ കൊണ്ട് വരുന്നതാണ്. അതിനെയൊക്കെ സ്കിന്നിനെ ഒരു പരിധി വരെ നമുക്ക് അതിനെയൊന്നും കണ്ണിനെയൊന്നും ഓരോരോ വിറ്റാമിൻസ് സാധനങ്ങൾ തിന്ന് കുറച്ചൊക്കെ ഇതാകാം, കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ കൂട്ടാം. ഞാനത് പച്ചക്കറിയൊക്കെ തിന്നുന്നുണ്ട്. കൂടുതലും നമ്മൾ മൈസൂർ ചീരയില, പച്ച ഇലവർഗ്ഗങ്ങളില്ല, ഭയങ്കര ഗുണമാണ് കേട്ടോ. ചിലവർക്കൊക്കെ പുച്ഛമാണ് നമ്മളതൊക്കെ പറയുമ്പോൾ അല്ലേ ഇലവർഗ്ഗത്തിൻ്റെയൊക്കെ. പക്ഷേ സൂപ്പറാട്ടോ ഇലവർഗ്ഗം തിന്ന് കണ്ണിന് നല്ല കാഴ്ചയൊക്കെ കിട്ടും. പിന്നെ അതൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് നോക്കാമല്ലോ. പിന്നെ സ്കിന്നിനെ സംബന്ധിച്ച് നമ്മുടെ സ്കിന്നിനെ പ്രായം കുറച്ച് മുമ്പോട്ട് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂട് തോന്നും വരാതിരിക്കാനുള്ള ടിപ്സുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഈ മുട്ടയുടെ വെള്ളയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് നന്നായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഞാനും ചെയ്യാം. ചിലവരെന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ പ്രായം എത്രയാണ്, എൻ്റെ പ്രായം ഒന്ന് ഗസ് ചെയ്ത് നിങ്ങൾ കേട്ടോ. എന്നാ ഏതോ ഒരെണ്ണത്തിൽ ചേച്ചിക്ക് പ്രായം എത്ര, ചേച്ചി ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാൽ ചേച്ചി ഭയങ്കര ആക്റ്റീവാണ്. എനിക്ക് തന്നെ ചിരി വന്നു. ചേട്ടനെ കാണിച്ചു. ചേട്ടൻ പറഞ്ഞു ഇത്രയൊക്കെ കമൻ്റൊക്കെ നിനക്ക് വരുന്നുണ്ടോ. അത് കമൻ്റ് ഒന്നും നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ കമൻ്റൊക്കെ നോക്കി ചിലപ്പോൾ ഗമയിടും ഞാനേ നോക്കും. എല്ലാവർക്കും എന്നെ പുഞ്ഞല്ലേ, ചിലവർക്കൊക്കെ എന്നെ പുഞ്ഞല്ലേ നോക്കിക്കോ. എനിക്ക് വന്നേക്കുന്ന കമൻറ്റ്, എൻ്റെ എത്ര സബ്സ്ക്രൈബേഴ്സ് എന്നെ സ്നേഹിക്കുന്നത്, എൻ്റെ നല്ല നല്ല കമൻറ്റ്സ് നോക്കും എല്ലാവരും എടുത്ത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ മക്കളോടും പറയും ചേട്ടനോടും പറയും. ചിലർക്ക് കേൾപ്പിക്കും വായിച്ച്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ചിരിക്കാനുണ്ടല്ലേ, എന്ത് രസം, നമുക്കൊരു സന്തോഷമല്ലേ ഇതൊക്കെ അല്ലേ. നമ്മളെപ്പോഴും ഇല്ലേ നമ്മൾ പ്രായമായി നമ്മൾ ഇരിക്കില്ല, നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ നടക്കണം. ഇപ്പം എനിക്കൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകും. അങ്ങനത്തെ എൻ്റെ സ്വഭാവം. അത് ഇനിയും മുമ്പോട്ടും അങ്ങനെ തന്നെ ആക്കണേന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. കാരണം എന്നും ഒരുപോലെ ആയിരിക്കത്തില്ല മനുഷ്യരെ. പ്രായം മുമ്പോട്ട് വരും, തളർച്ച വരും, ക്ഷീണം വരും, അതൊക്കെ വരും. അതൊക്കെ ഒരു പുറകെ വേറെ അല്ലേ. അപ്പോൾ ഇനി ഇത് കുറച്ച് ഉണങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്നെ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. കണ്ട അപ്പം നമ്മുടെ മുഖം നന്നായിട്ട് ഉണങ്ങി. അപ്പം നിങ്ങൾ ഇച്ചിരി
വെള്ളമൊക്കെ നനച്ചിങ്ങനെ കൊടുക്കുക. ഉണ്ടോ? ഉണങ്ങിയ നല്ലതായിട്ട് വെള്ളം നനച്ചു കൊടുക്കണേ. എന്നിട്ടൊന്ന് മസാജ് ചെയ്ത് നമുക്ക് ആഴങ്ങ് കഴുകിക്കളയുക. ശരിയല്ലേ? എന്നിട്ട് നമുക്ക് കഴുകാം കേട്ടോ. കഴുകി കളഞ്ഞിട്ട് നമുക്ക് അത്ഭുതം നോക്കാം. ഇതും സൂപ്പർ തന്നെ. കണ്ടോ? സൂപ്പർ തന്നെ കേട്ടോ. അപ്പൊ കഴുകിട്ട് നമുക്ക് വരാം. ഓക്കെ, പുറത്ത് പോയി കഴിയട്ടെ. അവിടെ വെച്ച് തന്നെ കാണിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിനും നല്ല ഈ കമ്മലിട്ടായതാ. ഇതിനും നല്ല റിസൾട്ട് എനിക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. ദേ നമ്മുടെ ഇന്നലത്തേതുപോലെ തന്നെ ഉണ്ട് ഇന്നും, അല്ലേ? ഇന്നലത്തെ പോലെ തന്നെയുള്ള റിസൾട്ട് തന്നെ ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ കമന്റ് ചെയ്യണേ. കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ വേണം കമന്റ് ചെയ്യാൻ. എനിക്ക് നല്ലതായിട്ട് വ്യത്യാസമായിട്ടുണ്ട്. നല്ല കമന്റ് അല്ല, നല്ല വ്യത്യാസം തന്നെ വന്നിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. എന്താണേലും നല്ല ഗ്ലോ ഉണ്ട്. നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇതുണ്ട്. നോക്കിക്കേ, നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല മാറ്റം തന്നെ ഉണ്ട്. ചേട്ടനോട് ചോദിക്കട്ടെ, ചിലപ്പോ ചീത്ത വെക്കുമായിരിക്കും. ചേട്ടാ ഇങ്ങോട്ട് വന്നേ, എന്റെ മുഖത്ത് വല്ല മാറ്റം ഉണ്ടോ നോക്കി. ചിലപ്പം ചീത്ത പറയും, ചിലപ്പം പറയും. നല്ലതാണെങ്കിൽ പറയും നല്ലതാണേ. നിങ്ങളാരും ഒന്നും വിചാരിക്കല്ലേ ചീത്തയാന്ന് പറഞ്ഞാലേ. പെട്ടെന്ന് മുറിരണ്ട ചേട്ടന്റെ സ്വഭാവം. ശരിക്കും നല്ല വ്യത്യാസമുണ്ട് അല്ലേ? നല്ല വ്യത്യാസമുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഈ ചേട്ടൻ ഓരോരുത്തർക്കും നേരെ കാണുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയാണെന്നുള്ളതൊന്നും, അല്ലേ? എന്തായാലും വ്യത്യാസം നല്ലതായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഞാൻ മുടിയുടെ തോർത്തെടുത്ത് കേട്ടോ. ഇനി ഉണങ്ങട്ടെ. ഇനി അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോടാം. അതിന് മുമ്പ് ഇൻട്രൊഡക്ഷൻ എടുക്കാൻ പറയാവേ. ഇൻട്രൊഡക്ഷൻ എടുത്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോത്തുള്ളൂ. അപ്പൊ പിന്നെ പെട്ടെന്ന് നമുക്ക് വീഡിയോ ഇടാലോ. അപ്പൊ ഇതെല്ലാവരും ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചേട്ടൻ വന്നിട്ട് നിർത്താല്ലേ. എന്റെ മുഖത്ത് നല്ല വ്യത്യാസമുണ്ടോ? നല്ല വ്യത്യാസമില്ല. ഉണ്ടോ? പിന്നെ തെളിഞ്ഞു നോക്കി ഇത് കൂടെ നോക്കി എങ്ങനെ അതൊന്നും പറയണ്ട അല്ലേ? നമ്മളെപ്പോഴും ആനയെ കൂട്ടല്ലേ നോക്കി. അതൊന്നുമല്ല, അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. ആന കറുത്തതും അണ്ണാൻ ഇച്ചിരി അങ്ങനൊന്നും പറയണ്ട. എന്ത് വ്യത്യാസം ഉണ്ടോ നോക്കി. ഇപ്പൊ മാറ്റം നമ്മൾ ചെയ്ത് മാറുന്ന അല്ലേ? ശരിക്കും ചേട്ടാ നോക്കി നല്ല വ്യത്യാസമുണ്ട്. ഉണ്ടോ? ഇവിടെ സ്വല്പം കറുപ്പായിരുന്നു ആദ്യം. അങ്ങോട്ട് നോക്കുന്നു. ഇവിടെ ഇച്ചിരി കറുപ്പല്ലായിരുന്നു. അപ്പൊ പിന്നെ ആ കറുപ്പ് മാറി ഇപ്പൊ ഇതായിട്ട് വരുന്നുണ്ട്. ഇതേപോലത്തെ ഒരു വീഡിയോയാണ് ഞങ്ങളെ ഈ രീതിയിലാക്കിയത് കേട്ടോ. പ്രേക്ഷകരായ നിങ്ങള് ഇതേപോലത്തെ ഒരു വീഡിയോയാണ് 3 ലക്ഷം ആൾക്കാർ കണ്ടത്. വ്യൂസ്. ഇതേപോലെ ഞാൻ റിവ്യൂ പറയുന്ന ഒരു വീഡിയോയാണ് ഞങ്ങളെ ഈ രണ്ടുപേരെ വീണ്ടും നിങ്ങള് പിന്നെ വിളിച്ചു വരുത്തിയത് കേട്ടോ. അതുകൊണ്ട് ഇനിയുള്ള വീഡിയോകൾ അറിയാലോ ഞാൻ പറയാതെ തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.